ഇതക്കളി ഈ ഫോട്ടോയിൽ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയേ. മന്ത്രി പിന്നെ പിന്നതോ മന്ത്രിയുടെ അടുത്ത് വേറെ ആരുണ്ടെന്ന് നോക്ക്. കണ്ണോടെ നോക്കടി. ഡാഡി ഇത് നോക്കടി തക്കം. മന്ത്രിയുടെ അടുത്ത് ആരാ ഇരിക്കണേ നോക്കിയാ നീ. ചുമ്മാ കളിക്കുന്ന മന്ത്രി. ഇത് സ്റ്റേഡിയം ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. എന്റെ പരിപാടി ഞാൻ മന്ത്രിയുടെ തൊട്ടിപ്പുറം ഇരിക്കണ. ചുമ്മാ വെറുതെ മന്ത്രിക്ക് പേടി ഒറ്റയ്ക്ക് ഭയങ്കര വേദന. അത് നീ പറഞ്ഞില്ലേ ഈ കൈയുടെ കൊഴയായിട്ട് വരും. തൂക്കെടുക്കൊക്കെ ചെയ്താൽ മതി. ചൂലെടുത്തിട്ട് അങ്ങോട്ട് തിരുമ്മി കൊടുക്കടി. ജലദോഷേ. വെയിലത്തിറങ്ങി എന്നിട്ട് ഓരോ ജോലിയും ചെയ്ത് വിയർത്തിട്ട് ജലദോഷം വരും. ഇച്ചിരി ആവി കൊള്ളേ വിക്സൊക്കെ എടുത്തിട്ട് ചെയ്യും. ഇനി എന്നെ ഡോക്ടറെ കാണാൻ പോണം. ചിലവുണ്ടാക്കാൻ. കണ്ണില് കുരു കയറിയിരിക്കുവന്നോ? എന്ത് മൂക്കുത്തി 3 മണി തൂങ്ങി കിടക്കണുണ്ടോ? കൊള്ളാവോ? ഇങ്ങനെ ആടും ക്ലീറ്റോ? ഇത് എത്ര രൂപ? ഏത് ഫാൻസിന്ന് വളയും മേടിച്ചാ? എടി ഈ ഫാൻസി വളയൊക്കെ മേടിച്ചിട്ട് ഇത് കയ്യിൽ ചൊറിച്ചിൽ വരുമടി. ഫാൻസിയോ? ഇതോ ഫാൻസി ഒന്നും അല്ല, സ്വർണം. സത്യം? അമ്മ മേടിച്ചെന്നാ? അമ്മല്ല, എന്റെ ക്ലീറ്റോ. തമാശ കളിക്കല്ലേ? സത്യം, ക്ലീറ്റോ മേടിച്ചെന്നതാ. ഞാൻ വെച്ചിരുന്ന പൈസ അതന്നെ, 50,000 രൂപ. അത് ഞാൻ അതെടുത്തിട്ട് 1.5 പവന്റെ വള മേടിച്ചു, ഒരു മൂക്കുത്തി മേടിച്ചു, 5-6 സാരി മേടിച്ചു. നീ കളിക്കരുത് തങ്കം. അത് എനിക്ക് പ്രസിഡന്റ് കണക്കേൽപ്പിക്കാനുള്ള പൈസയാണ്. പിന്നെ എല്ലാ കണക്കും അങ്ങ് ക്ലീറ്റോ ഏൽപ്പിക്കാൻ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു എടുത്ത് മേടിക്കാൻ? എന്തിനു ക്ലീറ്റോ പേടിക്കണേ? നമുക്ക് കള്ളക്കണക്ക് എഴുതാൻ അറിയാം. ഞാൻ ആ പെണ്ണുങ്ങൾ ഇരുന്നപ്പോ ഒരു ഗമയ്ക്ക് പറഞ്ഞത് അതെടുത്ത് ചെലവാക്കിക്കുന്നു. നിന്റെ അടുത്ത് എടുക്കാൻ ആര് പറഞ്ഞു? ഊരിക്ക് തങ്കം. ഊരി കളിക്കരുത്. അത് ഊരി അത് വിറ്റിട്ട് കാശ് അതിൽ കൊണ്ട് വെക്കണം. അത് അയ്യേ, മേടിച്ചത് ഞാൻ വിൽക്കൂല തങ്കം. നീ അതെ മൂക്കുത്തി ഉണങ്ങി നീ വെച്ച്, പക്ഷെ ആ പണം ഊര്. ഒരു രക്ഷയില്ല, ഇതെനിക്ക് വേണം. തങ്കം നീ എന്തോന്ന് ക്ലീറ്റോ? ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി ഇത്ര മാത്രം കിടന്ന് മരിക്കുന്ന എന്തിനാ? 50,000 രൂപ പാർട്ടിയിലെ ഓരോരുത്തരുടെ പൈസ ആണത്. അതിനകത്ത് 10-3,000 രൂപ ബാക്കിയുണ്ട്. 3,000 രൂപ ബാക്കി പൈസ എടുത്ത് 2 കൊലുസൂടെ വാങ്ങിച്ചിടാൻ കാലില്. എനിക്ക് നല്ല കൊതിയുണ്ടായി. നല്ല മണി പോലത്തെ ഒരു കൊലുസ് അവിടെ ഉണ്ടായിരുന്ന ക്ലീറ്റോ. ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷത്തെ വരിസംഖ്യ വേഗം തരാൻ പറ, നമുക്ക് അതുകൊണ്ട് മേടിക്കാം. നീ കളിക്കല്ലേ, നീ കളിക്കരുത് തങ്കം. ഇത് കളിയൊന്നുമല്ല, ഇത് പ്രശ്നമാണ്. പാർട്ടിയിൽ എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്റെ ക്ലീറ്റോ ഇങ്ങനെ പേടിക്കേണ്ടെന്ന്, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു കണ്ടവന്റെ പൈസ എടുത്ത് ചെലവാകുമ്പോ ഇത്ര സുഖം ഉണ്ടെന്നുള്ളത്. മതി മതി, നിന്റെ തമാശാലി കൂടണ വേണ്ട. ഒരു ചമ്മലുള്ളൂ, അത് കഴിയുമ്പോ ഓക്കെ ആയി. ഫോണ് ആ ചേച്ചി പറഞ്ഞോ? ഓ പിന്നെ നാളെ നമ്മളിവിടെ കൂടും. എന്ത് കുഴപ്പം? ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും നിങ്ങൾ അറിയണ്ട, തങ്കമല്ലേ ഏറ്റത്. പിന്നെ രാവിലെ പോര്, ഒരു 9:30. ഒരു 9:30 ആകുമ്പോ പോര്. ആ ശരി. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഫുള്ള് ചെലവ് എൻ്റെ വക. ശരി ലീറ്റോ. നാളെ ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. മീറ്റിംഗ് ഒന്നും അല്ല, എന്താണ് ഈ കൂട്ടുകാരൊക്കെ കൂടുന്നതെന്ന് പറയണത്? ആ സാധനം അതവിടെ ചേരാൻ പോണതേ. അപ്പം അവർക്ക് ചിക്കനൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മളായിട്ട് എന്ത് കുറയ്ക്കാൻ കൊള്ളോ? നമ്മളിങ്ങനെ ഒരു നല്ല ഇതിനകത്തൊക്കെ നിൽക്കുമ്പോഴത്തേന് മട്ടൻ മേടിച്ചോ കേട്ടോ, ഒരു 4 കിലോ മട്ടൻ മേടിച്ചോ. അമ്മമാർക്ക് കഴുതിറച്ചിയൊന്നും വലിയ താല്പര്യമില്ല. കിടക്കും മോനെ, അമ്മയ്ക്ക് രാവിലെ റെഡിയാവാനുള്ളതാ. അല്ല, ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കറങ്ങാൻ പോകുന്നുണ്ട്. നീ സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേനും ജമന്തി മാമ്പിയുടെ അടുത്തിരുന്നോ കേട്ടോ. കിടക്കടി വേണ്ട, എന്തോന്ന് നോക്കി നിൽക്കുന്നത്. ക്ലീറ്റോ ടെൻഷൻ ആവണ്ടാന്ന്. പൈസ ചോദിച്ച പ്രസിഡന്റിനോട് നുണ പറയാനാണ് പാട്. കാല് പിടിക്കാം. പിന്നെ ഈ വള കിട്ടിയ പ്രശ്നം തീരും. അപ്പൊ സാരി ഒന്നും തിരിച്ചെടുക്കുവോ കടയില്? സാരിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന്, ഞാൻ കൂടെ നിക്കാന്ന്.
അല്ലെങ്കിൽ ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, സുരേന്ദ്രൻ മുതലാളിനോട് ഒരു 50,000 രൂപ മേടിക്കും, 30,000 രൂപ നിങ്ങൾ എടുക്കുക, 20,000 രൂപ എനിക്കിതാ. എനിക്ക് പൈസ വരാനുണ്ട്, വരുമ്പോ തരാം. പിന്നെ നീ എന്തോന്ന് കിടന്നുറങ്ങുവണ്ണ? എന്താളിയാ 10,000 എപ്പോ? എന്തിനാണ് സാറേ അത് കൊടുക്കണ്ടായിരുന്നല്ലോ? അത് അങ്ങനെ പറഞ്ഞോ? നിന്റെ ഭാര്യ അടുത്ത് പറ, ഇനി വന്ന് ചോദിച്ചാ കൊടുക്കല്ലെന്ന് പറ. ആ ഓ ഞാനുണ്ട് ഇവിടെ. ഇല്ലളിയാ, ഞാൻ ഇറങ്ങണില്ല. ശരി. മനുഷ്യനെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കൂല. തങ്കം, തങ്കം, ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്നെ ഇങ്ങോട്ടാ വിളിച്ച, ഇങ്ങോട്ട് വരാൻ. എന്തുവാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? നീ അൻസാറിന്റെ ഭാര്യയുടെ 10,000 രൂപ കടം മേടിച്ചോ? എന്തിന്? എനിക്ക് ആവശ്യങ്ങളുണ്ട്. എനിക്കെന്ത്? തങ്കം, ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് 15 വർഷം മുമ്പ്. നിങ്ങൾ വിളിച്ച കാര്യം പറ. നിന്റെ തമാശ കളിക്കരുത്. എന്റെ ക്ലീറ്റോ പൈസ മേടിച്ചു, എനിക്ക് ചെലവുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്, അത് തിരിച്ചു കൊടുക്കണ്ടല്ലോ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ടേ? നീ പിന്നെ ഇപ്പൊ മേടിച്ച പൈസയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവാണോ? തങ്കം, ഇത് വലിയ അപകടമാണ്. ഈ കടം തന്നവരൊക്കെ കൂടെ വീട്ടിന് മുമ്പ് ഒന്ന് നിൽക്കും. അത് ക്ലീറ്റോ അറിയണ്ട, അത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ പരിപാടി ഉണ്ടോ? എന്ത്? നമുക്കൊന്ന് പുറത്തു പോകണം. അല്ല, നീ തൊഴിലുറപ്പിന് പോകണില്ലേ? അത് ഞാൻ നിർത്തിയല്ലോ. നിർത്തിയോ? പിന്നെ എന്ത് കാര്യം? പിന്നെ ആരെ കൊണ്ട് പറ്റി മുട്ടം വെയിലും കൊണ്ടുള്ള കളറും കളഞ്ഞ് അത് നിർത്തി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഉച്ച കഴിഞ്ഞ് എനിക്ക് വേറെ കുറെ പരിപാടി ഉണ്ട്. എൻ്റെ കൂടെ വരണം, എനിക്കൊന്ന് പുറത്തു പോകണം. എന്തിന്? ചെറിയ ഔട്ടിങ് കൊണ്ട് ക്ലീറ്റോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഇന്ന് പാർലറിൽ പോകണം. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ ഇത് തൊഴിലുറപ്പ് ഞാൻ നിർത്തി, പക്ഷേ ഈ സ്ത്രീകളെയൊക്കെ ഒത്തുചേർത്തിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിന്റെ കുറവേ ഉള്ളൂ. എന്തിനാണാവോ? പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ എവിടെ പോയി പറയും? നിങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങൾ തോന്നിയാലും ഇപ്പൊ നടക്കല്ലേ? എന്നാ ശരി, പ്രശ്നങ്ങളില്ല, അത് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 രസീത് കൂറ്റി അങ്ങ് അടിച്ചു വെച്ചേക്കാം. ആ പേരും പറഞ്ഞിട്ട് ആ കാര്യം സാധിച്ചാൽ ഈ കാര്യം സാധിച്ചാലെന്ന് പറഞ്ഞാൽ നല്ല കാശുണ്ടാക്കാമല്ലോ. അതിപ്പോൾ ഞാനെടുത്ത് ആരറിയാനാ? അത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട വിഷയം തന്നെ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. പേടിക്കേണ്ട, മുഖം വലിക്കേണ്ട, കാശ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് ആളായിട്ടൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി. കുറച്ച് സാധനങ്ങൾ മേടിച്ച് ആ വഴി പാർലറിൽ പോയിട്ട് എനിക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്യണം. അതും കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ ഞാൻ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവും. ക്ലീറ്റ് അങ്ങോട്ട് തിരിച്ചു വരും കേട്ടല്ലോ. എന്ത് ഭാവിച്ചിട്ടാണാവോ? അളിയാ, അളിയോ, ഒന്നിങ്ങോട്ട് വന്നളിയാ. അളിയ ഇരിക്കലേ, ചായ കുടിച്ചേ? അളിയാ, ചായ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങണ്ടേ? മനസ്സമാധാനം ഇല്ലാതെ എന്ത് കുടിച്ചിട്ട് എന്ത് കാര്യം? ഇത് ഭയങ്കര അപകടമാണ് ഈ പോക്ക്. അൻസാർ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ, അവൻ്റെ ഭാര്യയിൽ നിന്ന് 10,000 രൂപ കടം മേടിച്ചിരിക്കുന്നു. അതിന് മുമ്പ് വന്ന് 2 കോളും അതുപോലെ, ബാവുക്കുട്ടനും നടരാജനും. ഇവർ 2 പേരുടെ ഭാര്യമാരിൽ നിന്നും പൈസ കടം മേടിച്ചിരിക്കുന്നു. എടാ, ഞാൻ മേടിച്ച ഞാൻ നിന്നോടൊന്ന് പരാതി പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നീ ആരാ കാര്യം പറയണം? നീ എന്താണെന്ന് വെച്ചാൽ പറ, തുറന്ന് പറ, നല്ല മനസ്സിലാവുള്ളൂ. നിന്റെ പെങ്ങള് തങ്കം.
ഇപ്പം എനിക്ക് പരിചയമുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കടം ചോദിക്കാനായിട്ട്. എന്തൊരു നാണക്കേടാണിത്. ഒരു മര്യാദ വേണ്ട കളിയാ. ഇവക്ക് എന്താ പറ്റിയത് അറിഞ്ഞോ? ഇന്നലെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു 50,000 രൂപ. അതിൽ നിന്ന് പൈസ എടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു വള വാങ്ങിച്ചിട്ടങ്ങനെ കയ്യിൽ. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് എടുത്തങ്ങ് ചിലവാക്കിയെന്ന്. ഒരു ഇത് വേണ്ട കളിയാ. മറ്റേ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, ക്ലീറ്റസ് ഇവിടെ പണിക്ക് വന്നുകൊണ്ടിരുന്ന അവളിപ്പോൾ എന്ത് വരാത്തത് ചോദിച്ചപ്പോൾ പറയല്ലേ വെയിലുണ്ടാ കറുത്തു പോകുന്നു. അവൾ പറയണേ ഇവിടെ നല്ല ചുറുചുറുക്കോടെ വന്നുകൊണ്ടിരുന്നതാണ്, അവളാണ് ഞങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവളെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഇവക്ക് എന്താ വെച്ചാൽ പൈസ ഇങ്ങനെ കയ്യിൽ വരണു, അവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കുക, അങ്ങ് ചിലവാക്കുക, ഒരു കാര്യം നോക്കണ്ട. ഓരോ പെണ്ണുങ്ങൾ എന്ത് അന്തസ്സായിട്ടാണ് കുടുംബം നോക്കണത്. ഇവക്ക് അങ്ങനെ ഒരു വിചാരമില്ല, ദൂരത്തടിച്ചങ്ങ് നടക്കുകയാണ്. എന്താ കുറേ ചെടിച്ചട്ടിതോ അവിടെ കൊണ്ട് വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്നത്, ഒരു കാര്യമില്ല. പിന്നെ സാരി, പിന്നെ കൊച്ചിന് ഉടുപ്പ്, ചെരുപ്പ്, ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എങ്ങനെ മനുഷ്യൻ ഒരു ദിവസം എങ്ങനെ ജീവിച്ചു പോകാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ഒരു നാണമാല ഇല്ലാതെ എങ്ങനെ കടവ് വാങ്ങിച്ച് ചിലവഴിച്ച് ദൂർത്തടിച്ച്. ശേ, എങ്ങനെയാളിയാ എങ്ങനെ? നീ പറ, എൻ്റെ വായിൽ എന്താ നാക്കില്ലേ? ഞാനെന്ത് പറയാനാളിയാ, നമ്മൾ ഉള്ള കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. 2 ദിവസം മുമ്പ് ഞാൻ അവളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എനിക്ക് ധാരാളം പൈസയ്ക്ക് തരാൻ പറഞ്ഞു. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം അവൾ ഈ പടി ഒട്ടിട്ടില്ല. പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, നമ്മൾ ഓരോന്നും കണ്ടും കേട്ടുമല്ലേ ജീവിക്കുന്നത്. നമ്മളെ കൂടെ നിൽക്കുന്ന ആളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. 10-15 കൊല്ലം കൊണ്ട് നിന്നിടല്ലേ ജീവിക്കുന്നത്. ഈ വണ്ടാര പറഞ്ഞ മുല്ലപ്പൂമ്പഴേറ്റ് കിടക്കും കല്ലിനുണ്ടാ സൗരഭ്യമൊന്നും. ഈ പഴഞ്ചൊല്ല് എനിക്കും അറിയാം കേട്ടോ. പഴഞ്ചൊല്ല് പറയണം എൻ്റെ അടുത്ത്. അഭിപ്രായം ചോദിക്കാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. തങ്കം, തങ്കം, ആരാ മനസ്സിലായില്ല? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാവും. നിങ്ങളുടെ ഭാര്യനെ ഇങ്ങോട്ട് വിളിക്ക്. എന്താ കാര്യം? എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എത്ര ദിവസമാണെന്ന് അറിയാവോ? കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ പറയുന്ന സമയത്ത്? ആര് കാശ് മേടിച്ചു? നിങ്ങളുടെ ഭാര്യ അല്ലാതെ ആരാണ്? തങ്കോ? നിങ്ങളുടെ ഭാര്യ തങ്കമാണല്ലോ. അതെ. അപ്പൊ തങ്കം തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്. ഞാൻ വിളിക്കാം. തങ്കം, തങ്കം, എന്തോ ഇങ്ങോട്ട് വന്നേ. എന്താ ക്ലീറ്റ? അയ്യോ, ഇതാരാ? എവിടെയായിരുന്നു? പൈസയും കൊണ്ട് ഞാൻ എന്തോരം നടന്നത് അറിയാവോ? പൈസ തരാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തിരിച്ച് മേടിക്കാൻ പഠിക്കണം. അല്ല പിന്നെ നിങ്ങൾക്ക് എന്റെ വീട് അറിയാലോ. കാശ് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിലല്ലേ വന്നത്, അപ്പൊ തിരിച്ചു തരാൻ വീട്ടിൽ കൊണ്ട് തരണം. തിരിച്ചു വരണ വഴിക്ക് വേറൊരു വഴിക്ക് പോകേണ്ടി വന്നു എനിക്ക്. അതുകൊണ്ടാണ് വേറെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. എന്താ വന്നേ? എന്റെ കാശിന് വേണ്ടി തന്നെ ഞാൻ വന്നത്. എത്ര പ്രാവശ്യം നിങ്ങളെ ഞാൻ ഫോൺ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ വിളിച്ചായിരുന്നോ? ഫോൺ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല. കടം മേടിച്ചവരുടെ ഫോൺ വരുമ്പോൾ മാത്രമേ അറിയാതെ ഉള്ളൂ. ഇപ്പോ പൈസ ഞാനൊരു തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച തരാം. എന്താന്ന് വെച്ചാലേ പൈസ ഒരു ചെറിയ തിരിമറി പറ്റിപ്പോയി, അതുകൊണ്ടാണ്. എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾ തിരിക്കുകയോ മറിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. അല്ലേ, ഇതിപ്പോ ഇങ്ങനെ കിടന്ന് ചൂടാവേണ്ട കാര്യം എന്ത്? പൈസ ആവുമ്പത്തേനും കടം കൊടുക്കും, മേടിക്കും, പൈസ ഉള്ളപ്പോ തിരിച്ചു കൊടുക്കും, അങ്ങനെയല്ലേ എല്ലായിടത്തും നടക്കുന്നത്. ഇതിപ്പോ എന്താ സംഗതി എന്ന് വെച്ചാല്, എന്നെ സംബന്ധിച്ചിപ്പോ എനിക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി അധികം ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഇച്ചിരി ഇങ്ങ് എടുക്കും. അതൊരു തെറ്റാണോ ക്ലീറ്റോ? തെറ്റല്ല. ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് കുറച്ച് പൈസ വരാനുണ്ട്. പൈസ വരാനുണ്ട്. അപ്പ തരും. ഇപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്ലീറ്റോ തരും. കൊടുക്ക് ക്ലീറ്റോ. ഞാൻ തരാം, വരാനുണ്ടല്ലോ, അന്നേരം തരാം. അതിന് ഇത്ര മാത്രം കിടന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കെട്ടിയോൻ തന്നാലും മതി എനിക്ക് കാശ്. തരുമല്ലോ, എന്റെ കെട്ടിയോൻ നിൽക്കുമല്ലോ. എന്റെ കെട്ടിയോൻ അങ്ങനെ ആരെയും പറ്റിച്ചിട്ട് പോകുന്ന അത് തന്നെയാ പറഞ്ഞത്. തരുമല്ലോ, അത് മതി. ഇതൊരു പ്രമുഖനായ മനുഷ്യനാണ്, അങ്ങനെ ആരെയും പറ്റിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തരും, അങ്ങ് കൊടുത്തേക്ക് ക്ലീറ്റോ. ഞാൻ തന്നേക്കാം, എനിക്ക് വരാനുള്ള പൈസ വരുമ്പോ തന്നേക്കാം. ഇപ്പൊ മതിയായല്ലോ, കിട്ടിയല്ലോ. മതി, എനിക്ക് കാശ് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ. അതിനിവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്തൊരു പെണ്ണും വീടാണ് അവര്. കൊടുത്ത കാശ് തിരിച്ചു വയ്ക്കുമ്പോ ഇങ്ങനെയാണോ പറയുന്നത്?
എനിക്ക് ആരായാലും കാശ് തന്നാൽ മതി, കെട്ടിയോനായാലും കെട്ടിയോളായാലും. അതെ, ഇത് പെട്ടെന്ന് വേറൊരു അത്യാവശ്യം വന്നുകൊണ്ട് അവളുടെ അടുത്ത് മറിച്ചതാ. ഒരു 2 ദിവസത്തിനകത്ത് ഞാൻ പൈസ അങ്ങ് എത്തിച്ചേരാം. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അങ്ങ് എത്തിച്ചു തരുമല്ലോ? ഉറപ്പായിട്ട് എത്തിച്ചേരാം, ഞാൻ എത്തിച്ചേരാം. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വരും, പൈസ അങ്ങ് എത്തിച്ചില്ലെങ്കിൽ. ഇനി വരുമ്പോൾ ഞാൻ മാത്രമായിരിക്കത്തില്ല, എൻ്റെ ഭർത്താവും കൂടെ ഉണ്ടാവും. അതിനു മുമ്പ് ഞാനങ്ങ് എത്തിച്ചോളാം. ശരി. അൻസാറേ, അവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആ ഒരു കട നോക്കിയില്ലേ മറ്റേ അലക്സിൻ്റെ? നീ ഒരു കാര്യം ചെയ്യ്, ആ കട നമ്മൾ എടുക്കണമെന്ന് പറ. വാക്ക് കൊടുത്തോ, ബിസിനസ് തുടങ്ങിയേ പറ്റും. തങ്കത്തിനെ നന്നായിട്ട് ബുദ്ധി വന്നിട്ടുണ്ട്. ശരി. Alien versus Alien.